ആൻഡൽ വാട്ടർഫാൾ അടിപൊളിയാണ്. ഞാൻ പോട്ടെ, അല്ലെങ്കിൽ എന്റെ ബോട്ട് മിസ്സാവും. നല്ല രസമുണ്ട്. ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതാ ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുന്നത്. ഇപ്പൊ ലിവിങ്സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. ലിവിങ്സ്റ്റോണിന്ന് ഞാൻ ഇനി ബോട്ട് എടുത്തിട്ട് റിയോ ഡുൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ബോട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ബാഗൊക്കെ അവിടെ ഇരിക്കുവാണ്. ഞാൻ പോയി നോക്കട്ടെ. ബോട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ എന്താ അടുത്ത പ്ലാന് നോക്കണം. എന്തായാലും ഇവിടുന്ന് എങ്ങോട്ട് പോകണമെങ്കിലും ബോട്ട് വേണം. ബോട്ട് എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റൂ, ബൈ റോഡ് പോകാൻ പറ്റില്ല. ഇവിടെ ശരിക്ക് നമ്മളെ നാട്ടിൽ പോണ്ടിച്ചേരി എങ്ങനെയാണ് ഇരിക്കുന്നത്, ഗോവയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതേപോലത്തെ ഒരു സ്ഥലമാണിത്. സമ്മറിൽ എങ്ങനെ ഉണ്ടാവും? സമ്മറിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ചൂടാണ്. എനിക്ക് തോന്നുന്നു അവിടത്തെക്കാളും ചൂട് ഇവിടെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, അങ്ങനെ വേണം പറയാൻ. സോ അതെ, അവിടെ കടൽ കാണുന്നുണ്ട്. നടന്നിടന്ന് ഞാൻ അവിടെ എത്താനായി. എന്തെങ്കിലും കഴിക്കാൻ വേണം, പക്ഷെ പോകുന്ന വഴിക്കൊന്നും കണ്ടില്ല. വാട്ടർമെലൺ കഴിക്കാം, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുമല്ലോ. ഇപ്പം സമയം 10:52 ആയിട്ടുള്ളൂ. 3 മണിക്കാണ് അടുത്തത് ഉള്ളത് ബോട്ട്. 9:30 ഉണ്ടായിരുന്നു, അത് മിസ്സായി. ഞാൻ ഈ പൈസ ചേഞ്ച് ചെയ്യാനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അതെനിക്ക് മിസ്സായി. സോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ടേലും കാണാൻ പോകാനുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. റേറ്റ് അവർ വീണ്ടും കൂട്ടി കേട്ടോ. 110 അവർ പറഞ്ഞായിരുന്നു, ഇപ്പോൾ 125 ആക്കി. അവർ റേറ്റ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഫുള്ള് സ്കാം, അവിടെ മൊത്തം സ്കാമാണ്. ഞാൻ ഓടി രക്ഷപ്പെടുത്തേ ഇവിടുന്ന്. ഇനി 2:30 ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 11 മണി മുതൽ 2:30 വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. സോ ഇവിടുന്ന് ഞാൻ ഇവിടെ അടുത്തുള്ള ഗ്രാമങ്ങളോ ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകും. ഞാനിത് അവിടെ ഓട്ടോ എടുത്തിട്ടുണ്ട്. ഓട്ടോയിൽ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ബാക്കിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത് 10 കെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ പോകും. 4 കിലോമീറ്റർ ഇല്ല, ഒരു 3.9 കിലോമീറ്റർ. ഞാൻ ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട്, ഒരു ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഗൂഗിളിൽ കണ്ടാണ്, അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും 2 മണി വരെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നത്. ലിഫ്റ്റ് കിട്ടാൻ പാടാണ്, കാരണം എല്ലാം അവിടെ നോക്കിയാലും ഓട്ടോറിക്ഷ മൊത്തം ഓട്ടോറിക്ഷയാണ്. 4 കിലോമീറ്റർ അവർ വന്നില്ല കേട്ടോ. ആക്ച്വലി മാപ്പിൽ 4 കിലോമീറ്റർ കാണിച്ചെങ്കിലും വണ്ടി ഇവിടെ വരെ വരുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നടന്ന ഓരോ വില്ലേജിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ബ്രിഡ്ജ് കയറി അങ്ങോട്ട് പോവാം. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് നടന്ന് വേണം പോകാനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ബ്രിഡ്ജാണ്. ഇത് കടന്ന് പിന്നെ നടന്ന് പോകണം, അത് ഏത് വില്ലേജിലേക്കാണെങ്കിലും. ബൈക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ കുറച്ച് ദൂരം പോവായിരിക്കും. പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ വണ്ടികളുണ്ട്, അല്ലാണ്ടില്ല. കണ്ടോ, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. മാംഗ്രൂവ്സും ഇവിടെ ഉണ്ടോ, പുഴയും അപ്പുറം കടലും. ഇത് കടലിൽ അങ്ങോട്ട് ചേരും. നടന്നോണ്ടിരിക്കുക. ഹായ്. Hola. ¿Cómo está? Bien, muy bien. Okay, welcome. Thank you. My name Martita. Martita? Yeah. Oh, nice name. I am Arunima. Okay. Yeah. ¿Es tu mamá? Huh? ¿Yuma? Arunima. Oh. Yeah. Arunima. Yes. Okay. You, casa? Sí. ¿A dónde casa? Allá. Campo Mar. Here? No, para allá. Here village? Aquí work. Work. Ajá, aquí vengo a trabajar. ഓക്കെ, ഇവിടെ വർക്ക് ചെയ്യാൻ. എന്ത് വർക്കാന്ന് ചോദിക്കാൻ എനിക്കറിയാൻ പാടില്ല. Aquí estás en Quehueche. Este es puente de hamaca. Y aquí, Quehueche, 7 altares. 7 altares. Ajá. അതന്നെ, അതാണ് എനിക്ക് ആലോചിക്കുന്നത്. ഒരു ചെറിയ വില്ലേജ്, ഒരു ചെറിയ വാട്ടർഫാള്, അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതാണ് 7 altares. അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടാ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ബീച്ചിലൂടെ അങ്ങനെ നടക്കണം. പക്ഷെ കാട് കണ്ടോ, ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റും എന്നാൽ അപ്പുറം ഇതും. കാടുള്ളതുകൊണ്ട് ഇവിടുത്തെ കാറ്റും ഈ കാടുള്ളതുകൊണ്ട് ഒരു തണലും ഓക്കെ, സെറ്റാണ്, വലിയ കുഴപ്പമില്ല. മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചേക്കാണ് കേട്ടോ, ചൂട് കാരണം. ഇങ്ങനെ നടക്കാൻ വഴിയുണ്ട്. റൈറ്റിൽ നല്ല രസമുള്ള ബീച്ചും, ലെഫ്റ്റിലൊക്കെ നല്ല പച്ചപ്പും, നല്ല വഴി ഇങ്ങനെ നടന്നു പോകാനായിട്ട്. 2 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. മാപ്പിൽ അതാണ് കാണിക്കുന്നത്, ചിലപ്പോൾ എക്സാക്റ്റ് ആയിട്ട് അതായിരിക്കില്ല. എപ്പോഴും ഞാൻ മാപ്പ് നോക്കി പോയിട്ട് പല സമയത്തും വഴി തെറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു 1:30 ആകുമ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങണം, കാരണം 2:30-ക്കാണ് അവിടുന്ന് ഇതുള്ളത് ബോട്ട്. അത് മിസ്സാക്കാൻ പറ്റൂല. അത് മിസ്സാക്കിയാൽ പൈസ വീണ്ടും പോകും. 1500 രൂപയൊക്കെ കൊടുത്ത് പോകുന്നതാണ്.
നല്ല രസമുള്ള ബീച്ചാണ് കേട്ടോ ഇത്. അധികം ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വരുന്നില്ല, കൂടുതൽ ലോക്കൽ ആൾക്കാരാണ്. ഓരോ വില്ലേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. സോ വില്ലേജിലേക്കാണ് എല്ലാവരും പോകുന്നത്, വീടുകളിലേക്ക് തിരിച്ചു പോവാണ് സാധനങ്ങൾ മേടിച്ചിട്ട്. അവിടെ കണ്ടോ, അങ്ങ് നടന്നു പോയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഹാമൊക്കെ കെട്ടി ഇരിക്കാം, ഫുഡ് കഴിക്കാം, അങ്ങനെ അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഈ ഏരിയയിലേക്ക് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടൂറിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ ലോക്കൽ ഗൈഡ് പോലെ ആൾക്കാർ അവിടുന്ന് സിറ്റിയിൽ പോയിട്ട് ഓൾറെഡി പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. അല്ലാതെ ഇങ്ങോട്ട് ആരും എത്തിപ്പെടില്ല, കാരണം വണ്ടിയൊന്നും ഇല്ലല്ലോ, നടന്നു വരണമല്ലോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, ഇവർ രണ്ടൊരു ടൂറിസ്റ്റ്, ആ പുള്ളിക്കാരൻ ഗൈഡാണ്, ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അല്ലാതെ ഇവിടെ അങ്ങനെ ആൾക്കാർ എത്തിപ്പെടൂല. പിന്നെ ഓരോ വില്ലേജിലേക്കും ഇതുവഴിയാണ് നടന്നു പോകേണ്ടത്. ചിലതൊക്കെ 3 മണിക്കൂറൊക്കെ നടന്നു പോയാൽ എത്തണ വില്ലേജൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ചൂടായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇവിടെ നിൽക്കാണ്ട് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ശരിക്കും ബീച്ചിൻ്റെ അറ്റത്തേക്ക് ബ്ലൂ ആണ്, അത് വീഡിയോയിൽ കാണാൻ പറ്റില്ലാണോ, ആ ഒരു ഏരിയയിൽ ബ്ലൂ ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ ബ്ലൂ ആയിട്ടല്ല, ഒരു ചെളി കളറാണ് കിടക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 20 കെറ്റ്സാൽ കൊടുക്കണം. 6 മണി മുതൽ 4:30 വരെയാണ് അത് ഓപ്പൺ. ക്ലോസ് 4:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ 20 കെറ്റ്സാൽ കൊടുക്കണം. അരമണിക്കൂർ വാക്കിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് കുറേ നടക്കാനുണ്ട് കേട്ടാ, നടന്ന് എപ്പോൾ എത്തുമെന്ന് അറിയില്ല. പിന്നെ തിരിച്ചു എനിക്ക് എത്താനുള്ളതാണേ. അടിപൊളിയാണ്. പക്ഷെ നോക്കി ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ഇതൊക്കെ കാണാം. എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടായി, എവിടെ സ്ഥലമുള്ളത് അതാ ഞാൻ നോക്കുന്നേ. എനിക്ക് ഫിഷും കഴിക്കണം എന്നുണ്ടായി, പക്ഷെ ഇവിടുന്ന് ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെയൊക്കെ നോക്കി എന്ത് ഗ്രീനറിയാണ്, ഫുള്ള് കോക്കനട്ട് ട്രീസ് ആണ് കേട്ടോ. ചെറുതും വലുതുമായിട്ടെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര അടിപൊളി. ഈ സൈഡ് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബീച്ചും. ഇപ്പോൾ ബോട്ട് ലേറ്റ് ആയത് നന്നായി, ഇതുപോലത്തെ അടിപൊളി സ്ഥലം എനിക്ക് കാണാൻ പറ്റിയില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ വീടോ റെസ്റ്റോറൻറ്റോ എന്തൊക്കെ ആയിരുന്നു, ഇത് ഇപ്പൊക്കെ പൊളിഞ്ഞ് കിടക്കുക കണ്ടോ. ഇപ്പോൾ ഒന്നും അവിടെ ആരുമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ആക്ച്വലി ഇന്നലെ ഗൂഗിൾ നോക്കിയ സമയത്ത് ഞാൻ ഈ ഒരു സ്ഥലം തന്നെയാണ് കണ്ടത്, ടെൻ്റ് അടിക്കാനായിട്ട്. നല്ല ഫ്രണ്ട്ലി ആൾക്കാരും വില്ലേജും ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള സ്ഥലവും അധികം ടൂറിസ്റ്റുകളില്ലാത്ത സ്ഥലമൊക്കെ. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ആ ഒരു പുള്ളിക്കാരിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ആളെന്നോട് പറഞ്ഞു രാത്രിയാണ്, ലേറ്റായി, അങ്ങോട്ട് പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ബോട്ടിൽ പോവാം, അവിടെ സേഫാണ് പറഞ്ഞിട്ട്. അല്ലെ ഞാൻ ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടാവും. ഇവിടേക്കൊന്നും ആരും വരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ, ടൂറിസ്റ്റ് ഒന്നും. ഞാൻ മാത്രമാണ് വരുന്നതെന്ന് തോന്നുന്നു. കണ്ടോ, ഈ എൻ്റെ കൂടെ ഉള്ളതൊക്കെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. അവരെന്തോ ചുമന്നൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ ഒരേ ഓട്ടോയിലാണ് വന്നത്, അപ്പോൾ അവർ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഇതിങ്ങനെ ഉണ്ട്, നമ്മൾ ഇത് ക്രോസ് ചെയ്യണം. നനയോ, അയ്യോ, അത് പോട്ടെ, അത് പോയതിനു ശേഷം ക്രോസ് ചെയ്യാം. പക്ഷേ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, അത്രയും വന്നു കഴിഞ്ഞാൽ കാല് നനയും, ഷൂ നനയും. ഗ്യാപ്പ് കിട്ടുന്ന ഇടയിൽ പുതിരോ, അയ്യോ അയ്യോ, നനയും 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 നനയും. ആ അതെ, ഇപ്പോൾ കുറഞ്ഞു. അയ്യോ, ഇച്ചിരി നനഞ്ഞു, ഒരു ഷൂ നനഞ്ഞു കേട്ടാ. ഒരൊറ്റ ചാട്ടം ചാടിയതാ, നനഞ്ഞു ഒരെണ്ണം. കുറേ നേരമായിട്ടോ ഞാനിതുവഴി നടക്കുന്നു. ഈ നടന്ന വഴിയൊക്കെ എനിക്ക് തിരിച്ച് നടക്കാനുള്ളതാ, എത്തുന്നില്ല. ഓരോ ആൾക്കാരെയും കാണുന്നില്ല, ചോദിക്കാൻ പോലും ആരെയും കാണുന്നുമില്ല. എവിടെയും വെള്ളമുണ്ട്, അത് ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ ചാടിക്കിടക്കണം, നോക്കിയിട്ട് ചാടിക്കിടക്കണം. ഇത് നനയാനുള്ള സാധ്യതയുണ്ട്. ഓടിപ്പോട്ടെ, ഇപ്പോൾ കുറവുണ്ട്. ചാടി കുറച്ച് നനഞ്ഞു വീണ്ടും. ഇതെത്തുന്നില്ല, നടന്ന് ഇതെത്തുന്നേ ഇല്ല. ഇത് നോക്കിയേ, നല്ല കൊടും കാടാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കാടാണുള്ളത്. ഇവിടെ ബീച്ച്, ഇവിടെ കാട്. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മളെ ഗോകർണ ഉണ്ടല്ലോ, ഗോകർണയിൽ ഇങ്ങനെയാണ്, ബീച്ചിന്റെ സൈഡിൽ മൊത്തം കാടാ. കാടിന്റെ ഉള്ളിലൂടെ നമുക്ക് ഒരു ട്രെയിലുണ്ട്, അങ്ങനെ പോകാൻ പറ്റും, അതുപോലെ തോന്നുക. കുറേ നേരമായി ഞാൻ നടക്കുന്നത്, എത്തിയിട്ടില്ല കേട്ടോ. ഒരു 20 മിനിറ്റായി നടക്കുന്നത്. അവരൊന്നും പറഞ്ഞില്ല എത്ര ടൈം ഉണ്ട് എന്നുള്ളത്. ഇവിടെ കൊണ്ടോ, ബാക്കിൽ മൊത്തം നല്ല കാടാണ്. ആ മരത്തിലൊരു കായ കാണുന്നുണ്ടല്ലോ, അത് തിന്നാൻ പറ്റുന്ന കായയാണോ, അത് എന്തിൻ്റെ കായ കണ്ടോ, അവിടെ ഇവിടെ ഓരോന്ന് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, വലുതാ, കണ്ടിട്ട് തിന്നാൻ പറ്റുന്ന പോലെ ഉണ്ട്.
ഇതെല്ലാം നല്ല രസമുള്ള സ്ഥലം കേട്ടോ. കുറേ മരങ്ങളും അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും. ഈ ഒരു സാധനം ക്രോസ് ചെയ്യലാണ് ഏറ്റവും ടാസ്ക്. ഇവിടെ നല്ല വെള്ളമുണ്ട്, എന്തായാലും നനയും, നനയും. ഏതേ കണ്ട പുറത്തേക്ക് ചാടി. ഇത് ഭാഗ്യത്തിന് നനഞ്ഞില്ല. ഇവിടെ ഒരു ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാർ ബോട്ടുള്ളവർ ബോട്ടിലായിരിക്കും പോകുന്നത്. ഇങ്ങനെ നടന്നു പോകേണ്ട ആവശ്യമില്ല. അവർ അങ്ങോട്ടൊക്കെ അതുവഴി കടലിലൂടെ പോകും. ഇവിടെ കൂട്ടത്തോടെ കുറച്ച് പട്ടികൾ കിടക്കുന്നുണ്ട്. കടിക്കുമോ എന്തോ. ഇവിടുത്തെ പട്ടികളൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്. എന്നാലും കൂട്ടത്തോടെ കിടക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവർ ഉറങ്ങാം, കുഴപ്പമൊന്നുമില്ലായിരിക്കും. ക്യാമറയൊക്കെ കണ്ട് പുറത്തൊരാളാന്ന് മനസ്സിലായാൽ ചിലപ്പോൾ കടിക്കും, പറയാൻ പറ്റില്ല. അവിടെ ഒന്നും നല്ല ഹോസ്പിറ്റൽ പോലും ഇല്ല ഒന്ന് ചികിത്സിക്കാൻ. അസുഖമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ഈ ട്രാവലിൽ. വെള്ള കൊക്കിനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. വെള്ളയും പിന്നെ വേറെ ഏതൊക്കെയോ ബ്ലാക്കും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വഴി തീർന്നു പോയില്ലോ. ഇനിതെങ്ങോട്ടാ എനിക്കറിയില്ലല്ലോ. വഴി ഇവിടെ തീരുവാണല്ലോ. ഇതുവഴിയായിരിക്കുമല്ലോ അപ്പം, അല്ലാണ്ട് വേറെ വഴി കാണുന്നില്ല. വഴി തീർന്നായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇനി ഒരു കാട്ടിലേക്കാണ് കയറുന്നത്. വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, വഴി കണ്ട ഇങ്ങനെ തീർന്ന്. ഇത്ര നേരം ഇങ്ങനെ വഴി ഉണ്ടായി, ഇവിടെ എത്തിയപ്പോൾ അത് തീർന്ന്. പിന്നെ ഈ കല്ലും കാട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത്. കാട്ടിലേക്ക് കയറിപ്പോയോക്കാം, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യാ. ഉറുമ്പ് ചെടികൾ കൊണ്ടുവന്നുണ്ടാ നോക്കി. ചെറിയ ചെറിയ ഉറുമ്പ്, ചെറിയ ചെറിയ ഇല്ല, വലിയ വലിയ ഉറുമ്പാണ്. പക്ഷെ വരി വരിയായിട്ടത് ഞാൻ നോക്കാം എന്തോരം ഇല പോകുന്നതെന്ന്. നോക്കിയപ്പോൾ ഉറുമ്പാണ്. വേണ്ട, കടിക്കുന്ന ഉറുമ്പാണോ എന്തോ. വരി വരിയായിട്ട് പോകുന്നു. ഞാൻ ഈ വഴി കയറിയിട്ടുണ്ട്. ഇങ്ങോട്ടൊരു വഴി പോലൊക്കെ കാണാനുണ്ട്, കാട് വേണ്ട. ഇനി ചിലപ്പോൾ കാട്ടിലൂടെ ആയിരിക്കും വഴി. ഞാൻ ഈ കാട്ടിലൂടെ നേരെ പോയോട്ടെ. വഴിയുള്ളത് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. ഇത്ര നേരമായിട്ട് ഒരു ടൂറിസ്റ്റോ ഈവൻ ഒരു ലോക്കൽ ആൾക്കാരെ പോലും കാണുന്നില്ല. അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതന്നെ അല്ലേ വഴി? വേണ്ട, നല്ല കൊടും കാടാ. പക്ഷെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്, ഒരു അഡ്വഞ്ചറാണ് കാട്ടിലൂടെ ഒറ്റയ്ക്ക്. ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരും വീടും വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ കിണറാണോ? കിണർ പോലെ എന്തോ. ഡോഗ്സ് ഉണ്ടാവും, കടിക്കുമോ എന്തോ. കുരയ്ക്കാത്തെന്താ? കുരച്ച് കഴിഞ്ഞാൽ കടിക്കൂല, കുരയ്ക്കുന്നില്ലല്ലോ. വേണ്ട, ചെറിയ വീടാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ വീടൊക്കെ ഇങ്ങനെയാണ്. എസ്പെഷ്യലി ഇങ്ങനെ ഡീപ്പ് വില്ലേജിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ വീടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഈ പച്ചപ്പൊക്കെ കാണുന്ന സമയത്ത് കേരളം പോലെ ഉണ്ട്. ആകെ വ്യത്യാസം ഇവിടുത്തെ ഫുഡും ആൾക്കാരും പിന്നെ ഇങ്ങനത്തെ വീടുകളാണ്. ഇങ്ങനത്തെ വീടുകൾ ഇപ്പം അങ്ങനെ കേരളത്തിൽ ഇല്ലയെന്ന് തോന്നുന്നു. അടുത്തൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. പെട്ടെന്ന് പോകണം കേട്ടോ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 20 കെറ്റ്സാൽ കൊടുക്കണം. ഇവിടെ ഒന്നും ഒരു മനുഷ്യനും വരുന്നില്ല, അതുകൊണ്ട് എന്തായാലും പൈസ കൊടുക്കണം. സോ ഇവിടെ ആക്ച്വലി സ്വിമ്മിങ് ചെയ്യാനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾ ആണെന്നാണ് പറഞ്ഞത്. കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് നടന്നു പോകണം, പെട്ടെന്ന് പോകണം. ഞാൻ ഓടിപ്പോകണം, അല്ലെങ്കിൽ എനിക്ക് ടൈമില്ല. ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് വേ. ഓക്കെ ഓക്കെ. കുറേ വാട്ടർഫാൾസ് ഉണ്ട്. ആദ്യത്തെ വാട്ടർഫാൾ ഇതേ ഇവിടെ സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്, തൊട്ടപ്പുറയാണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ 25 മിനിറ്റ് അങ്ങനെ പോകണം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട്. പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതേ അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ഇത് പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകണം കേട്ടോ. കുറച്ചധികം അഡ്വഞ്ചറാണ്. നോക്കിയേ, ഉണ്ടോ? മുകളിലേക്ക് കയറി പോകണം. 7 വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. 7 വാട്ടർഫാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊഴുകി ഇതുവഴി പോകുന്നു കേട്ടോ. ഷോ, ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് നേരത്തെ പോവായിരുന്നു. നേരത്തെ പോയിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കായിരുന്നു. നല്ല തണുപ്പുണ്ട് ഇവിടെ എത്തിയപ്പോൾ. ശരിക്കും കാട്ടിനുള്ളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാളും നല്ല രസമുണ്ട്. ഇത് ശരിക്കും എനിക്ക് കേരളം പോലെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. കേരളത്തിൽ കുറേ വാട്ടർഫാൾസ് ഉള്ളതൊക്കെ ഇങ്ങനെ കാട്ടിന് നടുവിലായിട്ട് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ രസമുള്ള വാട്ടർഫാൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇത് നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ.
പക്ഷെ ഞാൻ അതുവഴി ഇത് പിടിച്ചിട്ട് വേണം പോവാൻ. ഇത് പിടിച്ച് അങ്ങോട്ട് പോകണം. ഞാൻ താഴെ കിടക്കുമോ എന്തോ. ആരും ഇല്ല. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ പോവായിരുന്നു. ഇപ്പൊ ഷൂ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഷൂ ഊരണം. ഞാൻ എന്തായാലും പോവാൻ വേണ്ടി പോവാണ്. വീണ് കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവൂല. അയ്യോ എന്താവോ എന്തോ. ഇതേ വെള്ളവും ഷൂ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ക്യാമറയും കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം എനിക്ക് മുകളിലേക്ക് കയറി പോവാൻ. ഇത് പിടിച്ചിട്ട് നോക്കട്ടെ. പയ്യെ പോയി നോക്കാം. അല്ലാതെ എന്താ. നനയുന്നുണ്ടിട്ടാ. വലിയ ഫോഴ്സ് ഒന്നും ഇല്ല വെള്ളത്തിന്. എന്നാലും വെള്ളത്തിൽ റിസ്ക് എടുക്കാൻ പറ്റൂലേ. സ്ലോ ആയിട്ട് ഇന്ന് എനിക്ക് കിട്ടുമോന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഇത് ഫോൺ തോന്നുന്നുണ്ട്. അയ്യോ ഞാനിത് വേണ്ട. ഇത് പിടിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഇവിടെ ആണെങ്കിൽ വെള്ളച്ചാട്ടം വിറകിൽ ഇങ്ങനെ ഉണ്ട്. നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. വഴുക്കുന്നുണ്ട് കേട്ടോ. ഇതുവഴി ആരും പോവാത്തോണ്ട് സ്ലോ ആയിട്ട് പോട്ടെ. ഇതെല്ലാം സ്ട്രോങ് ആയിരിക്കും അല്ലേ? സ്ട്രോങ് ആയിരിക്കും എന്ന് വിചാരിക്കാം. എത്താനായിട്ടുണ്ട്. രക്ഷപ്പെട്ട്. ഭയങ്കര അടിപൊളി. ഇനി അങ്ങോട്ട് വെയിലില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ ഡ്രസ്സും ഊരാണ്. ഇതേ ഈ ഒരു കയ്യിലിട്ടതും ഞാൻ ഊരിയിട്ടുണ്ട്. കാരണം നല്ല തണുത്ത കാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ഡ്രസ്സ് ഷോർട്സ് എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഷോർട്സ് ഇട്ടേനെ. കാരണം ഫുള്ള് നനഞ്ഞു കണ്ടോ. എൻ്റെ പാൻറ്റൊക്കെ ഇവിടം വരെ നനഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഷൂ അവിടെ വെച്ചേക്കാണ്. സോ ഞാനിപ്പോൾ ഇതുവഴി പോട്ടെ. എപ്പോൾ എത്തും എനിക്കറിയില്ല. ബോട്ട് മിസ്സായ പണിയാണ്. നല്ല പൈസ കൊടുത്തെടുത്തതാണ്. എനിക്ക് അതാണ് ആലോചിക്കുന്നത് ഞാൻ. ഇപ്പം എന്തൊരു സമാധാനം അറിയോ. നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട്. അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല സ്വിം ചെയ്യാനൊക്കെ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാണ് സ്വിം ചെയ്യാൻ. പക്ഷേ ആഴമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പോൾ ഭയങ്കര കൊതി. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഞാൻ ചെരുപ്പില്ലാണ്ടാണ് കേട്ടോ നടക്കുന്നത്. ഷൂ എല്ലാം കയ്യിൽ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ക കാട്ടിനുള്ളിലൂടെ പോകുന്നു. അടിപൊളി. ശരിക്കും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ പ്ലാൻ ചെയ്യണമായിരുന്നു. ഇതും കൊള്ളാട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അടുത്തടുത്ത് 7 എണ്ണം ഉണ്ട്. ഇതും കൊള്ളാട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അടുത്തടുത്ത് 7 എണ്ണം ഉണ്ട്. ഇതും നല്ല രസമുള്ളൊരു വാട്ടർഫാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലും സൈഡിലൂടെ വേണം പോകാനായിട്ട്. പിടിച്ചു വേണം പോകാൻ. കണ്ടോ, അവിടെയും വെള്ളം അത്യാവശ്യം ഒഴുകി വരുന്നുണ്ട്. ഇതുവഴി വേണം. ആ ഒരു കയറ് പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. വെള്ളം കൂടുതലാണെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടായേനെ. പക്ഷെ ഇപ്പോൾ വെള്ളം ഒരുപാടല്ല. ഞാനിതാ പിടിച്ച് പോട്ടെ കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ല. ചെറിയൊരു കയറൊക്കെയാണ്. എന്നാലും പിടിച്ചേക്കാം. വീട് പോകണ്ടല്ലോ. ഇത്രയും നനഞ്ഞു. വഴുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വഴുക്കുന്നുണ്ട്. ഇത് പിടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴുക്കി വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഓടേണ്ടി വരും. എന്നാലാണ് എനിക്ക് ബോട്ട് കിട്ടുള്ളൂ. ഇതുവഴിയൊക്കെ നമുക്ക് നടന്ന് പോകണം കേട്ടോ.
എപ്പോൾ എത്തുമെന്ന് തോന്നുന്നു. ഒരു വാട്ടർഫാളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അടുത്തടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളൂ കേട്ടോ. ഞാൻ ചെരുപ്പൊന്നും ഇല്ലാതെ നടക്കുന്നതുകൊണ്ട് എനിക്ക് കാലൊക്കെ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല റിഫ്രഷിങ് ആണ് കേട്ടോ. നല്ല തണുത്ത വെള്ളം. എനിക്ക് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്, കൊതിയാവുന്നുണ്ട്. പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ കയറാൻ പറ്റൂല, അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അധികം ആരും വരുന്നില്ല, അതുകൊണ്ടായിരിക്കും ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നത്. ആരും നശിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. ഇതിന് എങ്ങോട്ടാ വഴി കൺഫ്യൂഷൻ ആണല്ലോ. ഇവിടെ വഴിയായിട്ടൊന്നും അങ്ങനെ കാണുന്നില്ല, പക്ഷേ ഈ സൈഡിൽ വഴി പോലെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് നടക്കാനുള്ള. നടന്നു പോയോക്കാം. ഞാൻ ഇതുവഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഫൈനലി ഞാൻ 2 ആൾക്കാരെ കണ്ടുമുട്ടി. എൻ്റെ മുന്നിൽ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, രക്ഷപ്പെട്ട്. മറ്റത് ഞാൻ ഒറ്റയ്ക്കാന്ന് വിചാരിച്ച്. അടിപൊളിയാണ് കേട്ടോ. നോക്കി എന്ത് പീസ്ഫുള്ളാ. മൊത്തം കാടും വെള്ളം ഒഴുകി ഭയങ്കര വൈബ്. നൈസായിട്ടുണ്ട്. ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് ശരിക്കും മിസ്സായി പോയേനെ കേട്ടോ. ഇനി ഈ ഒരു ഇത് പിടിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. അടിപൊളി വൈബ്. നല്ല തണുപ്പാണ്, ശരിക്കും നല്ല തണുക്കുന്നുണ്ട്. ശരിക്കും നല്ല റിഫ്രഷിങ് ആയി. ഞാനിത് വന്നില്ലായിരുന്നു, ശരിക്കും മിസ്സായി പോയേനെ കേട്ടോ. എന്തായാലും അടിപൊളി. ഞാനിത് പിടിച്ച് പയ്യെ പോകുന്നുണ്ട്. ഇതാണ്ടോ 2 ആൾക്കാരൊക്കെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കാടും മലയൊക്കെ കയറി നടക്കാനാണ് ഇഷ്ടം. നല്ല തണുപ്പ്. ചൂട് എനിക്ക് ഇഷ്ടമേ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെ. എനിക്കാണെങ്കിൽ പക്ഷേ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞാനിത് കണ്ടു ഗൂഗിൾ നോക്കിയ സമയത്ത്. അപ്പം ഞാൻ ഇത് കുറേ ദൂരെ, ഇത് പോകാനൊക്കെ പാടാന്നൊക്കെ വിചാരിച്ച് വന്നില്ല. ഇന്നത് ബോട്ട് ലേറ്റ് ആയിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. ചെരുപ്പൊന്നും ഇടാത്തതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ ഞാൻ നടന്നു പോകുന്നത്. കാലൊക്കെ ഭയങ്കര കുത്തുന്നുണ്ട്, വേദന എടുക്കുന്നുണ്ട്. ഷൂ ഇട്ട് കഴിഞ്ഞാൽ വെള്ളമാണ്, ഫുൾ ടൈം വെള്ളം. അപ്പോൾ പിന്നെ ഷൂ ഇട്ടിട്ട് ഇത് കൂടെ നടക്കാനും പറ്റില്ല. ചെരുപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചെരുപ്പൊന്നും ഞാൻ എടുത്തില്ലതേ. അവിടെ ഓരോ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മൊത്തം ആകെ 4 പേരെയാണ് കണ്ടത് ഇത്രയും നേരമായിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വാട്ടർഫാൾ അതാണ്. ഇതാണ് ഫൈനൽ എന്നാണ് തോന്നുന്നത്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല. ലാസ്റ്റായിട്ടാണ് കാണുന്നത്. കണ്ടോ, എന്ത് രസമാണ്. പുള്ളിക്കാരി ഇരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ. വൈബായിട്ട് ആ പീസ്ഫുള്ളായിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾ ആസ്വദിച്ചിരിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു വാട്ടർഫാൾ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ശ്രീലങ്കയിൽ ഇതേപോലത്തെ ഒരു വാട്ടർഫാളിൽ ഞാൻ പോയി. അതാ എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ചും കൂടെ സ്ഥലം കുറവാണ്, മറ്റേ സ്ഥലമുണ്ട്, ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ ഇവരുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇവര് ചിലേന്നാണ് കേട്ടോ, ചിലേന്ന് വന്ന ആൾക്കാരാണ് 2 പേരും. ഇതാണ് ഇപ്പോൾ ഫൈനൽ വാട്ടർഫാൾ. അടിപൊളിയാണ്. ഞാൻ പോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ബോട്ട് മിസ്സാവും. നല്ല രസമുണ്ട്, ആഴമൊക്കെ ഉണ്ട്. സ്വിമ്മിങ് അറിയുന്നവർക്ക് അടിപൊളിയാണ്. എനിക്കങ്ങനെ സ്വിമ്മിങ് അറിയില്ലെങ്കിലും വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടായി. നനഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ കയറ്റില്ല. അപ്പം എന്തായാലും ഞാൻ പോട്ടെ. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. നല്ല രസമാണ് കേട്ടോ. അതൊക്കെ കണ്ടാ, ചുറ്റും കാടും വെയിലൊന്നും അടിക്കുന്നില്ല. നല്ല തണുപ്പും കൂളിങ്ങും റിഫ്രഷിങ്ങും ആണ്. ബൈ ബൈ. ഞാനതേ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങട്ടെ. കുറച്ചു നേരം ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. എൻ്റെ മേലുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ മേലുണ്ട്. അത് കണ്ടപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. അവരുടെ മേലെല്ലാം ഈ സൺഫ്ലൈസ് ഫുള്ള് കടിച്ചേക്കാണ്. എന്നിട്ട് ഫുള്ള് അലർജി ആയേക്കാം. എനിക്കും ഫുള്ള് സൺഫ്ലൈസ് കടിച്ച അലർജിയാണ്. എല്ലാവർക്കും ഉണ്ട്, അപ്പം എനിക്ക് മാത്രമല്ല. സ്പീഡിൽ നടക്കാനും പറ്റില്ല. വഴിക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പോണ്ടി വരില്ല. സ്ലോ ആയിട്ടാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെരുപ്പില്ലാത്തതുകൊണ്ടേ മെയിനായിട്ട് ഭയങ്കര ഇത്ര പാട്, അല്ലെങ്കിൽ ഇത്ര ടാസ്ക് ആവില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നല്ല വഴിയെത്തി. പോകാൻ പറ്റുന്ന അത്രയും സ്പീഡിൽ ഞാൻ പോട്ടെ. നടന്ന് ഞാനിതാ ഫൈനലി ഇവിടെ എത്തി. ഫസ്റ്റ് വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ആകെ 4 പേരുണ്ടായില്ല. ആ 4 പേരും വെള്ളത്തിൽ ഇറങ്ങാൻ പാകത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വന്ന്. ഞാൻ ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് എൻ്റെ മുട്ട് വരെ നനഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. കാലൊക്കെ നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഷൂ ഇടാൻ പോവാണ്. സോക്സ് എന്തായാലും നനഞ്ഞിരിക്കുക, അതുകൊണ്ട് അത് ഇട്ടിട്ട് കാര്യമില്ല. ഷൂ ഇടാണ്ട് ഇനി നടക്കാൻ പറ്റില്ല. ഇനി നടക്കല്ല, ഇനി ഓടണം. എനിക്ക് ഓടിയാലേ ഞാൻ എത്തുള്ളൂ. അതെങ്ങാനും മിസ്സായ നല്ല പണി കിട്ടി എനിക്ക്. ഓടിപ്പോണം. സിയറ്റെ അൾത്താറിസ് എന്നാണ് ഈ ഒരു 7 വാട്ടർഫാളിൻ്റെ പേര് കേട്ടോ. ഞാൻ തിരിച്ച് ഷൂ ഒക്കെ ഇട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അയ്യോ, അവിടെ ഒരു ടീംസ് തന്നെ ഉണ്ടല്ലോ. കടിക്കൂലായിരിക്കും അല്ലേ? മാറിക്ക്
പാപ്പാ പാ പാ പാപ്പാ കുറേ എണ്ണം ഉണ്ടേ, 6 എണ്ണം ഉണ്ട്. എല്ലാം കൂടെ കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവേ. പാപ്പാ പാ പാ കൊടി കിട്ടുമോ എന്തോ ഇല്ലായിരിക്കും. തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഒറിജിനൽ ആയിട്ടുള്ള ആമേൻ്റെ എന്തോ സ്കള്ളൊക്കെയാണ് ഇരിക്കുന്നത്. അതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല. പപ്പായൊക്കെ കാണുമ്പോൾ തിന്നാൻ തോന്നുന്നുണ്ട്. വിശന്നിട്ട് വയ്യ, ഞാൻ ഓടിപ്പോട്ടെ. ഓടിക്കഴിഞ്ഞാലേ പട്ടി പുറകെ ഓടും, അതാണ് പ്രശ്നം. പറയാൻ പറ്റില്ല എവിടെയാ ഡോഗ്സ് ഉണ്ടാവാന്ന്. അത് പുറകെ ഓടുന്നോർത്താ ഞാൻ ഓടാത്തെ. നടക്കുമ്പോൾ അവര് പുറകിലിട്ടേക്കുന്നുണ്ടോ തോളില്. അവർക്ക് പിടിക്കുന്നതിന് പകരം നെറ്റിയിൽ ഇങ്ങനെ ഒരു കയറ് വലിച്ച് കെട്ടിയേക്കാണ് കേട്ടോ. അവിടെയും കുറച്ച് ലോക്കൽ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അതുപോലെ കൊച്ചിനെ പുറകിൽ കെട്ടിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ കൊച്ചിനെ പുറകിൽ കെട്ടിയത് കാണാം. അതുപോലെ ഇവിടെയും ഓടിയിട്ടും നടന്നിട്ടും തളർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എത്തിയിട്ടേ ഇല്ല കേട്ടോ. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ കാണുന്ന സ്ഥലം കഴിഞ്ഞ് വീണ്ടും എത്രയോ പോണം. ഞാൻ എപ്പോൾ എത്തുമെന്തോ. പക്ഷെ എനിക്കാണെങ്കിൽ പോകാനൊന്നും തോന്നുന്നില്ല. ബോട്ടുള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ പോകില്ല. നല്ല രസമുള്ള സ്കൈയും നല്ല കാറ്റും നല്ല പച്ചപ്പും, പിന്നെ എങ്ങനെ എനിക്ക് പോകാൻ തോന്നാം. പക്ഷെ ചൂടുണ്ട്, ആ ഒരൊറ്റ കാര്യം മാത്രമുണ്ട്. അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും വേറെ സ്ഥലത്തേക്ക് തന്നെ പോകണം. ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടാവുള്ളൂ. ഫൈനലി ഞാനിതാ ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ 45 മിനിറ്റും ഇങ്ങോട്ട് വന്നപ്പോൾ 30 മിനിറ്റുമാണ് എടുത്തത്. ഇങ്ങോട്ട് ഞാൻ ഓടി, അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ വേറെ വണ്ടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ബൈക്കിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു, ഗ്രാസിയാസ്. ഓക്കെ. പുള്ളി പയ്യെ പോകുന്നു. പെട്ടെന്ന് പോയാൽ എനിക്ക് ബോട്ട് കിട്ടുള്ളൂ. എന്തെങ്കിലും കഴിക്കുകയും വേണം, വിശന്നിട്ട് ചെയ്തേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഫുഡ് എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് ബൈക്കിൽ. എന്നിട്ട് ഫുഡൊന്നും കാണുന്നില്ല, കടയും കാണുന്നില്ല. ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ഫുഡില്ല, തീർന്നു. ഒന്നും കിട്ടിയില്ലേ, പണിയാവല്ലോ, വിശന്നിട്ട് വയ്യ. ഇന്നലെ എല്ലാം 1000 കണക്കിന് ഫുഡ് നട റോട്ടിൽ വിൽക്കുന്നുണ്ടായി. ഇന്ന് ഒരാൾ പോലും വിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴേ വിൽക്കുള്ളൂ എന്ന്. ഇപ്പം ആരെയും കാണുന്നില്ല. നട്ടുച്ച സമയമുണ്ടോയെന്ന് തോന്നുന്നു. ആവശ്യമുള്ളപ്പോൾ കിട്ടൂല, ആവശ്യമില്ലാത്തപ്പോൾ എവിടെ നോക്കിയാലും ഫുഡായിരിക്കും. വേറെ ഫുഡൊന്നും കണ്ടില്ല. ഒരു ബനാന ഉണ്ടായി, അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. അതെങ്കിൽ അത് കഴിക്കണം. ഇവിടുന്ന് ഒരു 1 hour കൂടുതലുണ്ടെന്ന് തോന്നുന്നു റിയോ ഡുൽസിലേക്ക് ബോട്ടിൽ. 2:15 കറക്റ്റ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഐ മെയ്ഡ് ഇറ്റ്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ബോട്ട് കിട്ടും എന്നുള്ളത്. കറക്റ്റ് ടൈമായിരുന്നു. ഞാൻ ഓടിയിട്ടില്ല, പയ്യെ വന്നിരുന്നെങ്കിൽ എന്തായാലും സീനായി പോയേനെ. എന്തായാലും എല്ലാം കറക്റ്റായി. ഫുഡ് മാത്രമാണ് ഒരു ടാസ്ക് ഉള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയില്ലേ, അതുകൊണ്ട് വിശക്കുന്നുണ്ട് നല്ലപോലെ. ഇവിടുന്ന് ഒരു 1 hour ഉണ്ട്. ആ 1 hour കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിരിക്കും, ഫുഡൊക്കെ കഴിക്കാൻ കിട്ടുമായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ചാട്ടം കൂടുതലായിരിക്കും തോന്നുന്നുണ്ട്. നടുവിലാണെങ്കിൽ അത്ര ചാട്ടം ഉണ്ടാവില്ല. ഇത് 2 ഫോറസ്റ്റിൻ്റെ നടുവിൽ കൂടെ ഒക്കെ പോകുന്നൊരു വഴിയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇട്ട് കുലുങ്ങി ചാടി എനിക്ക് മതിയായി ഇങ്ങനെ ബോട്ടിൽ പോയിട്ട്. വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന പോലെ ബോട്ടിൽ ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇന്ന് ബോട്ടിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇത് ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെ പാർക്ക് ചെയ്യുന്നു. എല്ലാം കാറിനും ബൈക്കിനും പകരം ബോട്ടാണ് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. ലിവിങ്സ്റ്റണിന്ന് റിയോ ഡുൽസിലേക്കുള്ളൊരു ബോട്ട് ട്രാവൽ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അങ്ങ് ദൂരമൊക്കെ ചെറിയ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്, റിസോർട്ടുകളും കാണാൻ പറ്റുന്നുണ്ട്, നല്ല പച്ചപ്പ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ശരിക്കും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. സൈഡിൽ ഇങ്ങനെ റിസോർട്ട് പോലെ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതുപോലെ വെള്ളം തടാകങ്ങളും ഇഷ്ടംപോലെ നമുക്കുണ്ട്, പച്ചപ്പും ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ റിസോർട്ടൊക്കെ അങ്ങനെ ഇതാക്കാം. ഒരു പ്രൈവറ്റ് റിസോർട്ടും ബോട്ടിങ്ങും പിന്നെ എന്താ പറയുക ഫിഷിങ്ങിനൊക്കെ പോകാനൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം. അങ്ങനെ വെക്കാൻ അടിപൊളിയായിരിക്കും. ഇപ്പോൾ 2 സൈഡും കാടാണ്. കാണുന്നുണ്ടോയെന്ന് കറക്റ്റ് എനിക്കറിയില്ല. കണ്ടോ, ആ 2 സൈഡും മൊത്തം കാട്. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പല്ല, ആ ഗ്യാപ്പിലൂടെയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ നോക്കി നല്ല ഗ്രീൻ കളറാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. പച്ച കളറിൽ നല്ല കാടും പച്ച കളറിലെ വെള്ളവും. ഗോത്തേമല എന്ന് പറയുന്ന രാജ്യത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോകേണ്ട റൂട്ടാണ് ലിവിങ്സ്റ്റണിന്ന് റിയോ ഡുൽസിലേക്ക്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം 2 സൈഡും കാടും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു വഴികളും എല്ലാം മൊത്തത്തിൽ നൈസാണ്. ഇതുവഴി ബോട്ടിൽ പോകുമ്പോഴും ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കടലിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്.
എന്നാലും ഉണ്ട്, ചില സമയത്ത് കൂടും കുറയും, അങ്ങനെയാണ് പോകുന്നത്. ഞാൻ പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് മാപ്പിൽ. ആ ബ്ലൂ കളർ നടുകൂടെ പോകുന്നില്ലേ, അതുവഴിയാണ് പോകുന്നത്. രണ്ട് സൈഡും ഗ്രീൻ കളർ കണ്ടില്ലേ, അതുകൊണ്ടാണ് അവിടെ രണ്ട് സൈഡും കാടായിട്ട് നടുവിലൊരു ചെറിയ സ്പേസ് ഉള്ളൂ, അതുവഴിയാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ എന്തിനോ സ്ലോ ആക്കിയിട്ടുണ്ടല്ലോ, എന്തോ നിർത്താനാണോ എന്താണെന്നറിയില്ല. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, വില്ലേജ് പോലെയൊക്കെ സ്ഥലം കാണുന്നുണ്ട്. ആർക്കെങ്കിലും അവിടുന്ന് വരാനുണ്ടെങ്കിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും. പണി നടക്കുന്നുണ്ട് എന്തൊക്കെയോ. അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഇത് കടലിലെ വെള്ളമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കായൽ പോലെ ഒഴുകുകയാണ്. വേവ്സ് ഇല്ലാത്തതുകൊണ്ട് അടിക്കുന്നില്ല. മറ്റ് ഇത്ര നേരം വേവ്സ് ആയിട്ട് ഭയങ്കര അടിയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് ഒഴുകുന്നത്, കാണാനും ഭംഗി, ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് പ്രൈവറ്റ് റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പോയി താമസിക്കാൻ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ ഗോത്തമലയ്ക്ക് ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട്. നല്ല വൈബുള്ള സ്ഥലം, കാട്ടിനുള്ളിൽ ആകെ 1-2 വീടുകൾ മാത്രം റിസോർട്ടുകൾ. ആ കുന്നിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, ഒരു ചെറിയ വീട് മാത്രം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ വെള്ളത്തിൽ ഇങ്ങനെ റെയിൻബോ പോലെ കാണുന്നുണ്ടോ, നോക്കി കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് റെയിൻബോ, വലിയ റെയിൻബോ വരുന്നുണ്ട്. ഇത് നോക്കി, ഇപ്പോൾ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും സാധാരണ ഒരു ബോട്ടാണ്, പക്ഷേ നമ്മൾ ഓൾറെഡി എന്തോ ഒരു ടൂറിസ്റ്റ് ബോട്ടൊക്കെ ആയിട്ട് പോകുന്നൊരു ഫീലാണുള്ളത്. ഇടയ്ക്കൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ചില ട്രൈബിലെ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് ഞാൻ അങ്ങോട്ട് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും, പക്ഷേ ലോക്കൽ ആൾക്കാരെ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. നോക്ക്, വീട് കണ്ടോ, അടിപൊളി കേട്ടോ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ട് എടുത്ത് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെള്ളം കണ്ടോ അങ്ങനെ കിടക്കുന്നത്. ഈ താമരയൊക്കെ ഉണ്ട്, താമരയില്ലല്ലോ, ആമ്പലല്ലേ ഇത്, വൈറ്റ് കളറിൽ. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അവരിവിടെ എത്തിയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല രസമുണ്ട്. ഇതൊരു അടിപൊളി ട്രിപ്പ് തന്നെയാണ്. ശരിക്കും എന്ത് രസമല്ലേ കാണാൻ. മാംഗ്രൂവ്സും ഫുൾ ഗ്രീനറി. എനിക്കാണെങ്കിൽ ഗ്രീനറി ഭയങ്കര ഇഷ്ടം. അതേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവാട്ടോ. ആമ്പൽ മാത്രമല്ല കേട്ടോ, മറ്റേ പൂവുണ്ട്, ലോട്ടസ് ഉണ്ട്. ഉണ്ടോ, നല്ല സ്ലോ ആയിട്ട് പോകുന്നു. വെള്ളം ഇങ്ങനെ വെറുതെ കിടക്കുക, ഒഴുകുന്നില്ല, അങ്ങനെ കിടക്കുവാണ് കേട്ടോ. ആ മരത്തിൽ നോക്കിയേ, ഫുള്ള് കിളികളാണ്, കൊക്കാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, വെള്ള കളറിൽ ഇങ്ങനെ എല്ലാം അവിടെ നിൽക്കുന്നത് കാണാം. ഇതൊക്കെ ഓരോ ലോക്കൽ ആൾക്കാർ താമസിക്കുന്ന വീടും ചെറിയ റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ബാക്കിൽ കാണുന്നത് മൗണ്ടെയ്ൻസ് ആണ്, പക്ഷെ അത് ക്ലൗഡ്സ് ആയിട്ട് മൂടിയേക്കാണ്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും മല ഇങ്ങനെ മറിച്ച് വെച്ചേക്കുന്നത്. കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓലയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ പ്രൈവറ്റ് റിസോർട്ടുകളാണ് കേട്ടോ. അതെല്ലാം ഭയങ്കര അടിപൊളി വൈൽഡ് ലൈഫ് ആയിരിക്കും. അവിടെയൊക്കെ പോയി താമസിക്കുന്നത് തന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നല്ല ആംബിയൻസ്. ഒന്ന് നോക്കി, ഇപ്പോൾ കണ്ടോ, മല കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്ലൗഡ്സ് മാറിയപ്പോൾ ആ ഒരു മല കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ മല ഇങ്ങനെ കുറേ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം ആക്ച്വലി വേവ്സ് കൂടി, കടൽ പോലെയായി, ഭയങ്കര രീതിയിൽ കൂടി. ഇത്ര നേരം കായലായിരുന്നു, അപ്പോൾ ഭയങ്കര സ്ലോ ആയിരുന്നു. ഫൈനലി ഞാനിതാ റിയോ ഡുൾസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന് നന്നായി. കഴിച്ചിരുന്നെങ്കിൽ ഉൾട്ടടിച്ചേനെ. നല്ല ചാട്ടം, ഭയങ്കര എക്സ്ട്രീം ചാട്ടമായിരുന്നു കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.